സ്നേഹമുള്ളവരെയും, വളരെ ശക്തമായ ഒരു അവസരമാണ് നമുക്കുള്ളത്. ജീവൻ്റെ കവാടം. നിരവധി എപ്പിസോഡുകളിലൂടെ വളരെയധികം കാര്യങ്ങൾ പഠിച്ച നമ്മൾ ഇപ്പോൾ അതിൻ്റെ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് വന്നിരിക്കുന്നത് വളരെ വലിയൊരു വെല്ലുവിളിയോടുകൂടിയാണ്. രക്തസാക്ഷിയാകാൻ തയ്യാറാണോ? ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരെല്ലാവരും, ക്രിസ്തുവിനെ അനുഗമിച്ചവരും, ആദ്യ നൂറ്റാണ്ടുകളിൽ എല്ലാവരും യേശു ക്രിസ്തുവിനെ പോലെ തന്നെ രക്തം ചൊരിഞ്ഞുകൊണ്ട്, തൻ്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട്, കുരിശിൽ പിടയുമ ഹൃദയമുറിവിൽ നിന്നും ഒഴുകിയ രക്തത്തിൽ ജനിച്ചതാണീ വിശ്വാസം, കുരിശിൽ പിടയുമ ഹൃദയമുറിവിൽ നിന്നും ഒഴുകിയ രക്തത്തിൽ ജനിച്ചതാണീ വിശ്വാസം, ആയിരമായിരം രക്തസാക്ഷികൾ തൻ ചുടുനിണമേകിയതാണീ വിശ്വാസം. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഈ വിശ്വാസം വളരെ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണെന്നും ആ വിശ്വാസത്തിന് വേണ്ടി വളരെയധികം രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ഈ വിശ്വാസം ഇതുപോലെ ശക്തമായി വളരുന്നത്. പലപ്പോഴും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പലരും ചോദിക്കുന്നുണ്ട്, ഈ വിശ്വാസം ക്ഷയിക്കുന്നില്ലേ? ക്രിസ്തീയ വിശ്വാസം തളരുന്നില്ലേ? എൻ്റെ ഉത്തരം ഇതൊരിക്കലും തളരുകയില്ല എന്നുള്ളതാണ്. ഈ രക്തത്തിൽ ജനിച്ച, രക്തത്തിൽ മുളച്ച രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിക്കപ്പെട്ട ഈ വിശ്വാസത്തെ തളർത്താൻ ഏത് ശക്തിക്ക് കഴിയും? ഈ ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം. അങ്ങനെ ഇന്നും ഈ കാലഘട്ടത്തിലും, ഇപ്പോൾ നമുക്കറിയാം, അറേബ്യൻ രാജ്യങ്ങളിലും മറ്റ് പല സ്ഥലങ്ങളിലും, നമ്മുടെ നാട്ടിലും ഭാരതത്തിൽ, ഉത്തരേന്ത്യയിലെല്ലാം നിരവധി പേർ ഇപ്പോഴും രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത് വലിയ അനുഗ്രഹമാണത്. അവരെല്ലാവരും ഈ രക്തസാക്ഷികളാകുമ്പോൾ വേദനയോടെ അല്ല അതെല്ലാം സ്വീകരിച്ചത്, വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. കാരണം അതവർക്ക് കിട്ടുന്ന സൗഭാഗ്യമായിട്ടാണ് സ്വീകരിച്ചത്. അത് കർത്താവ് തന്നെ നേരിട്ട് കൊടുക്കാതെ ഈ ഭാഗ്യം അവർക്ക് കിട്ടില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസം അപ്പസ്തോലികമായ വിശ്വാസമാണ്. അവർ ഫെയ്ത്ത് ഈസ് എൻ അപ്പസ്തോലിക് ഫെയ്ത്ത് എന്ന് പറയുന്നത് യേശു നമ്മിലേക്ക് നൽകിയ ആ പുതിയ നിയമം, ആ പുതിയ വിശ്വാസം, ആ പുതിയ വിശ്വാസത്തിന് വേണ്ടി അപ്പസ്തോലന്മാർ ആ വിശ്വാസത്തെ പ്രതി ജീവൻ അർപ്പിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ സ്ഥിരീകരിച്ചു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ എല്ലാം ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, ഫിലിപ്പിയർ 1:29, അവനെ പ്രതി, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലെ, പ്രത്യേകിച്ച് പാശ്ചാത്യ സംസ്കാരത്തിലൂടെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയെല്ലാമുള്ള ഒരു പ്രധാന പ്രശ്നം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം സ്വീകരിക്കുമ്പോൾ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ വളരുമ്പോൾ തീർച്ചയായിട്ടും നിരവധി പീഡനങ്ങളും പ്രശ്നങ്ങളും കഷ്ടതകളെയും അഭിമുഖീകരിക്കേണ്ടി വരും. അതിനെ തിരസ്കരിച്ചുകൊണ്ട്, അതിനെ അവഗണിച്ചുകൊണ്ട്, അതില്ലാതാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നതല്ല വിശ്വാസത്തിൻ്റെ കരുത്ത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ റോമാക്കാർക്കെതിരെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 3, 4, 5 വചനങ്ങളിൽ പറയുന്നത്, നമ്മുടെ കഷ്ടതകളെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കണം. എന്തുകൊണ്ടെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും നൽകുന്നു. ഈ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ആ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം
പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ ജീവൻ്റെ കവാടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, നിത്യജീവൻ്റെ പുതിയ പുതിയ ആഴമേറിയ ബോധ്യങ്ങളിലേക്ക് നമ്മൾ വളരുമ്പോൾ, നമ്മുടെ ആത്മധൈര്യവും നമ്മുടെ വിശ്വാസത്തിൻ്റെ കരുത്തും ഉള്ള കടുകുമണികളായി മാറണം, അല്ലെങ്കിൽ പുളിപ്പായിട്ട് മാറണം. കർത്താവിൻ്റെ സുവിശേഷ പ്രഘോഷണ കാലഘട്ടത്തിൽ വലിയൊരു ജനസമൂഹം അവന് ചുറ്റുമുണ്ടായിരുന്നു. ആബാലവൃദ്ധൻ ജനങ്ങൾ അവന് ചുറ്റും വന്നിരുന്നു. എന്നാൽ എത്ര പേര് ആ കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു? എത്ര പേര് ആ ഉത്ഥാനം കഴിഞ്ഞിട്ട് യേശു എത്ര പേരോടാണ് പോയി സുവിശേഷം പ്രഘോഷിച്ചത്? അപ്പോൾ ആ വലിയൊരു ജനസമൂഹം അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം കേൾക്കാനുണ്ടായിരുന്നുവെങ്കിലും, കുരിശിൻ്റെ ചുവട്ടിൽ യേശുവിനോടൊപ്പം കുരിശിൻ്റെ വഴിയിൽ വളരെ ചുരുക്കം പേരെ ഉണ്ടായിരുന്നുള്ളൂ. സ്നേഹമുള്ളവരെ, ഇത് അവരാരെയും കുറ്റം പറയുകയല്ല, ഇത് വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേക തലമാണ്. ഇന്ന് നമ്മളിൽ കുറച്ചു പേരെങ്കിലും ഈ വീര്യമുള്ള വിശ്വാസമുള്ളവരാണെങ്കിൽ, ഈശോ പറയുകയാണ്, ദൈവരാജ്യം 3 ഇടങ്ങഴി മാവിൽ ചേർക്കുന്ന പുളിപ്പിന് തുല്യമാണെന്ന് പറഞ്ഞേ. പുളിപ്പ്, ആ പുളിപ്പ് 3 ഇടങ്ങഴി മാവിനെയും പുളിപ്പിക്കും. എന്നാൽ പുളിപ്പ് ഒരല്പമേ മതി. അങ്ങനെ നമ്മുടെ ഇടവകളിലും നമ്മുടെ സമൂഹങ്ങളിലും വീര്യമുള്ള, കർത്താവിന് വേണ്ടി രക്തം വരെ ചിന്താൻ തയ്യാറാകുന്ന കുറച്ച് പുളിപ്പുള്ള വീര്യമുള്ള വിശ്വാസികൾ ഉണ്ടാകുമ്പോൾ, അവരുടെ ആ വീര്യമാണ് ആ പ്രദേശം മുഴുവനെയും പുളിപ്പിക്കുന്നത്. 1993 ഇൻഡോറിൽ വെച്ച് ഞാൻ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 7 ദിവസം നീണ്ടു നിന്ന ശക്തമായ ഒരു വളർച്ചാ ധ്യാനമാണ്. ആ ധ്യാനങ്ങളുടെ അവസാനത്തിൽ എപ്പോഴും ഞാൻ ചോദിക്കും, യേശുക്രിസ്തുവിന് വേണ്ടി രക്തം ചിന്താൻ, യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? ധൃതി പിടിക്കരുത്, സാവധാനം ചിന്തിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയും. അന്ന് ആ ധ്യാനത്തിൽ വെച്ച് ചാടി എഴുന്നേറ്റ് നിന്നത് ഒരു സിസ്റ്ററായിരുന്നു. ആ സിസ്റ്ററിൻ്റെ പേരാണ് റാണി മരിയ. പ്രൈസ് ദ ലോർഡ്. നമുക്കറിയാം റാണി മരിയയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന്. അപ്പോൾ ഈ ആദിമസഭയിലുണ്ടായ അതേ ക്രൈസ്തവ ചൈതന്യം നിറഞ്ഞ ക്രിസ്ത്യാനികൾ നമ്മുടെ ഈ കാലഘട്ടത്തിലുമുണ്ട്. സ്നേഹമുള്ളവർ, ആ റാണി മരിയയെ ഉണ്ടായ സംഭവം നമുക്കറിയാം. ഇൻഡോറിലുള്ള ആദിവാസികളുടെയും ദരിദ്രരുടെ ഇടയിലും ഒരുപാട് പേരുടെ വീടുകളിലും നാടുതോറും കയറിയിറങ്ങി സുവിശേഷം പ്രഘോഷിച്ചിരുന്ന ആ റാണി മരിയയെ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് 40 പ്രാവശ്യം അവളിൽ കുത്തിയെന്നവൾ. അങ്ങനെ രക്തസാക്ഷിത്വം വഹിച്ച റാണി മരിയ, ആ രക്തസാക്ഷിത്വത്തിൻ്റെ ഫലമായിട്ട് ആ റാണി മരിയെ കൊലപ്പെടുത്തിയ ആ കൊലപാതകി അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ ഇതാ മാനസാന്തരപ്പെട്ടു. ഇതാ പരിശുദ്ധ പിതാവിനെ തന്നെ അടുത്ത് പോയി കാണുകയും അങ്ങനെ ആ പ്രദേശം മുഴുവനും ഒരു വലിയ ദൈവാനുഭവത്തിലും വിശ്വാസത്തിലേക്ക് ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ വിത്താണ് രക്തസാക്ഷികളുടെ ചുടുനിണം എന്നാണ് പ്രഘോഷിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ആ രക്തസാക്ഷിത്വത്തിൻ്റെ രഹസ്യം നിത്യതയിലേക്കുള്ള വലിയ ഒരു വിശ്വാസമാണെന്നും, നമ്മളിവിടെ ജീവിക്കുമ്പോൾ വിശ്വാസി ആയിരിക്കുമ്പോൾ തന്നെ മരണത്തിൻ്റെ കവാടങ്ങളെല്ലാം അതിലംഘിച്ചുകൊണ്ട് നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനി മരണം ഒന്നുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് അപ്പസ്തോലന്മാരിലേക്ക് വീണ്ടും പോകുമ്പോൾ 2 പ്രത്യേക അപ്പസ്തോലന്മാർ നമുക്കിപ്പോൾ കാണാം, ബർത്തലോമിയോയും ഫിലിപ്പോസും. ഈ ബർത്തലോമിയോനെയാണ് നഥാനിയേൽ എന്ന് പറയുന്നത്. ഫിലിപ്പോസും നഥാനിയേലും എപ്പോഴും അപ്പസ്തോലന്മാരുടെ പട്ടികയിൽ തൊട്ടടുത്ത് തന്നെയാണ് അവരെപ്പോഴും പേരെഴുതി കാണുന്നത്. അവരെ വളരെ അടുത്ത പരിചയക്കാരും സ്വദേശികളുമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാം, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ ഈ ബർത്തലോമിയെയും നഥാനിയേലിനെയും ഫിലിപ്പിനെയും കുറിച്ച് പറയുന്നുണ്ട്.
നഥാനിയേലാണ് ബർത്തലോമിയോ. ഈ ബർത്തലോമിയോ ഒരു പ്രത്യേക രീതിയിലാണ് ബർത്തലോമിയോയ്ക്ക് ഈ രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ ഇവർ രണ്ടുപേരെയും കുരിശിൽ തറച്ചു. രണ്ടുപേരെയും കുരിശിൽ തറച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. ആ ഭൂകമ്പമുണ്ടായതിനെ തുടർന്ന് അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം കരഞ്ഞു, അവരെ വിടണമെന്ന് പറഞ്ഞുകൊണ്ട്. ആ ഭൂകമ്പമുണ്ടായി ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നു. ഇവരെ കുരിശിൽ തറച്ച സമയത്ത് ഭൂകമ്പമുണ്ടായി. ഫിലിപ്പോസ് വളരെ വലിയ അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ കൂടിയിരുന്ന ഒരുപാട് സർപ്പൻ്റ് വർഷിപ്പേഴ്സ്, അതായത് പാമ്പുകളെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു. ആ പാമ്പുകളെ ആരാധിക്കുന്നവരെ മാനസാന്തരപ്പെടുത്തുകയും പലരെയും പാമ്പുകടി ഏറ്റിട്ടുള്ളവർക്ക് ഫിലിപ്പോസ് സൗഖ്യം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാമ്പുകടി ഏറ്റിട്ടുള്ളവർക്ക് സൗഖ്യം കൊടുത്തതിലൂടെയും പാമ്പിനെ ആരാധിക്കുന്നവരെ മാനസാന്തരപ്പെടുത്തി ക്രിസ്തുവിലേക്ക് വരികയും ചെയ്തതിലൂടെ ആ സ്ഥലത്തെ ഗവർണറും ആ ഗവർണറുടെ സ്നേഹിതരായ പാഗൻ പ്രീസ്റ്റ്, വിജാതീയ പുരോഹിതന്മാർക്ക് ഫിലിപ്പോസിനോടും ബർത്തലോമിയോയോടും ഭയങ്കര എതിരാകുകയും ഇവരെ രണ്ടുപേരെയും കുരിശിൽ തറയ്ക്കുമ്പോഴാണ് വലിയ ഭൂകമ്പമുണ്ടാകുകയും ആ ഭൂകമ്പത്തെ തുടർന്ന് ജനങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അവരെ വിടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ അപ്പോഴേക്കും ഫിലിപ്പോസ് മരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ബർത്തലോമിയോ മരിച്ചില്ല. പിന്നീട് ബർത്തലോമിയോയുടെ തൊലി ഉരിഞ്ഞെടുത്തുകൊണ്ട് ബർത്തലോമിയെ കൊല്ലുകയാണ് ചെയ്തത്. സ്നേഹമുള്ളവരെ, മത്തിയാസ് ആണ് മറ്റൊരു അപ്പസ്തോലൻ. പ്രത്യേക രീതിയിലാണ് മത്തിയാസ് അപ്പസ്തോല സ്ഥാനത്തേക്ക് വന്നത്. ജൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷം, അതിദാരുണമായ രീതിയിൽ മരിച്ചതിന് ശേഷം, യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം പന്തക്കുസ്ത സമയത്ത് മറ്റ് അപ്പസ്തോലന്മാരെല്ലാവരും കൂടി യേശുവിനോടൊപ്പം ആദ്യം മുതലുണ്ടായിരുന്ന ആളുകളിൽ നിന്നും തിരഞ്ഞെടുത്തതാണ് വിശുദ്ധ മത്തിയാസിനെ. അങ്ങനെ മത്തിയാസ് സുവിശേഷ വേല ആരംഭിച്ചത്, മത്തിയാസിൻ്റെ സുവിശേഷ പ്രഘോഷണം കാസ്പിയൻ സീയുടെ പ്രദേശത്ത് കപ്പഡോസ്യ ഭാഗത്തായിരുന്നു. അവിടെയുള്ള നരഭോജികൾ, അതിനുശേഷം മത്തിയാസ് ബാർബേറിയൻസിനും എത്യോപ്യയുടെ ഉൾപ്രദേശങ്ങളിലുള്ള നരഭോജികളിലേക്കും കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കുകയാണ് ഉണ്ടായത്. മത്തിയാസിനെ കല്ലെറിഞ്ഞ് കൊല്ലുകയും കല്ലെറിഞ്ഞിട്ടവൻ ചാകാണ്ടിരുന്നപ്പോൾ തല വിച്ഛേദിച്ച് കൊല്ലുകയാണ് ചെയ്തത്. മത്തിയാസിൻ്റെ ഈ മാർട്ടിഡം രക്തസാക്ഷിത്വത്തിലൂടെ ആ പ്രദേശത്ത് അത്ഭുതകരമായ വിശ്വാസത്തിൻ്റെ ഉണർവുണ്ടായി. അതിനുശേഷം ഇവരെല്ലാവരും സന്തോഷത്തോടെയാണ് ഈ രക്തസാക്ഷിത്വം സ്വീകരിച്ചത്. എന്നാൽ ഇവരെല്ലാവരുടെയും മരണസമയത്ത് പ്രത്യേകിച്ച് എന്തായിരുന്നിരിക്കാം അവരുടെ ചിന്ത എന്നുള്ളത് എപ്പോഴും ഒരു ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മളും അതുപോലെ ഭീകരാവസ്ഥയിൽ പെടുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അവർ അതുപോലെ ഭീകരാവസ്ഥയിൽ വന്നപ്പോൾ കർത്താവിൽ ശരണപ്പെടുക മാത്രമല്ല, കർത്താവിൻ്റെ ആ വേദനയോട്, കർത്താവിൻ്റെ ആ രക്തച്ചൊരിച്ചിൽ അവർക്ക് വേണം, അതിനുവേണ്ടി അവർ ദാഹിച്ചു. അത് കർത്താവ് സന്തോഷത്തോടെ അവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. അതാണ് നമ്മൾ കേട്ടത്. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, അവനെ പ്രതി സഹിക്കാൻ കൂടിയുള്ള വരമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. വിശുദ്ധ മത്തിയാസിൻ്റെ ശരീരഭാഗങ്ങൾ ജർമ്മനിയിൽ ടയർ എന്നുള്ള സ്ഥലത്തുള്ള ബസിലിക്കയിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധ ഹെലേന, സെയിൻറ്റ് കോൺസ്റ്റാന്റിനോപ്പിളിലുള്ള സെയിൻറ്റ് ഹെലേന എംപറസ് ആണ് പിന്നീട് ഈ ശരീരം സൂക്ഷിച്ചുകൊണ്ട് റോമിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഈ വിശുദ്ധരുടെ എല്ലാം ശരീരം ഇപ്പോഴും വളരെ പുണ്യപ്പെട്ട രീതിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതിലൂടെ ആ സ്ഥലങ്ങളിലും ആ വിശ്വാസത്തിലും അവരുടെ മധ്യസ്ഥതയിലും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവരാരും മരിച്ചിട്ടില്ല.
ഇവർ ഇപ്പോഴും ജീവിക്കുന്നു, ഇവർ നിത്യതയിൽ ജീവിക്കുന്നു. സ്നേഹമുള്ളവരെ, ആ നിത്യത നമ്മൾ ഓരോരുത്തർക്കും ലഭ്യമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു അപ്പസ്തോലനാണ് ജൂഡാ തദേവുസ്. ജൂഡാ തദേവുസ് ഒരു യഹൂദ കുടുംബത്തിൽ ജനിച്ച്, ഫനേസ് എന്ന സ്ഥലത്ത് യഹൂദ കുടുംബത്തിൽ ജനിച്ച യൂദാ തദേവുസ് യേശുവിൻ്റെ തന്നെ ആ കാലഘട്ടത്തിൽ യേശുവിനോടൊപ്പം ബാല്യകാലം മുതൽ വളർന്നവരാണ്. അവരൊരുമിച്ച് ജീവിച്ച് കളിച്ച് നടന്നിട്ടുള്ളവരായിരുന്നിരിക്കാം. യൂദാ തദേവുസ് ഗ്രീക്ക്, അരാമിക് അങ്ങനെയുള്ള ലാംഗ്വേജുകളെല്ലാം വശമായിരുന്നു. ഒരു ഇൻ്റർനാഷണൽ ട്രാവലർ പോലെ ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിച്ച് യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചിട്ടുണ്ട്. മെസപ്പൊട്ടോമിയ, ലിബിയ, ടർക്കി, പേർഷ്യ ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം സെയിൻറ്റ് സൈമൺ, അപ്പസ്തോലനായ സൈമണോടൊപ്പം പ്രവർത്തിച്ചിരുന്നു. യൂദാ തദേവുസ് ആണ് അർമേനിയൻ ചർച്ചിൻ്റെ ആരംഭം ഇട്ടത്. അങ്ങനെ ബിയോണ്ട് ദ റോമൻ എംപയർ, റോമൻ സാമ്രാജ്യത്തിന് പുറത്ത് നിരവധി സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് സുവിശേഷം പ്രഘോഷിച്ച് അവിടെയെല്ലാം സഭ സ്ഥാപിച്ച യൂദാ തദേവുസ് രക്തസാക്ഷിത്വം സ്വീകരിച്ചത് യൂദാ തദേവുസിൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടാകും നമ്മളെല്ലാവരും ഒരു കോടാലിയാണ്. കോടാലി മിക്കവാറും അപ്പസ്തോലന്മാരുടെ കയ്യിൽ അവരെ എന്ത് രീതിയിലാണ് അവർ രക്തസാക്ഷി വരിച്ചതെന്നുള്ളതിൻ്റെ അടയാളം നമ്മൾക്ക് കാണാം. അങ്ങനെ ഒരു കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലുകയാണ് ചെയ്യപ്പെട്ടത് യൂദാ തദേവുസിനെ. യൂദാ തദേവുസിൻ്റെ മോർട്ടൽ റിമെയിൻസ് സെൻറ്റ് പീറ്റർ ബസിലിക്കായിൽ തന്നെ ഇപ്പോൾ സൂക്ഷിച്ചു വച്ചിട്ടുള്ളതായിട്ടാണ് അറിയുന്നത്. അങ്ങനെ യൂദാ തദേവുസിൻ്റെ മധ്യസ്ഥത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ നിരവധി പള്ളികളും വലിയ നൊവേനകളും ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം ഈ അപ്പസ്തോലിക വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൂടുതൽ വീര്യമുള്ളവരാകാൻ വേണ്ടി ഇവരോരോരുത്തരുടെയും മധ്യസ്ഥം നമുക്കെടുത്ത് പ്രാർത്ഥിക്കാം. യൂദാ തദേവുസിനോടൊപ്പം തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന അപ്പസ്തോലനായിരുന്നു ശിമിയോൻ, തീവ്രവാദിയായ ശിമിയോൻ. സൈമൺ ശക്തനായ ഒരു തീവ്രവാദി പോലെയുള്ള ഒരു സുവിശേഷ വേലക്കാരനായി നിരവധി സ്ഥലങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുകയും അതിനുശേഷം അവസാനം കുരിശിൽ തറച്ച് രക്തസാക്ഷിത്വം സ്വീകരിക്കുകയാണിത്. സൈമണെയും കുരിശിൽ തറയ്ക്കപ്പെട്ടിട്ടാണ്. സൈമൺ അല്ലെങ്കിൽ സെമിയോനും യൂദാ തദേവുസിൻ്റെയും രണ്ടുപേരുടെയും ശരീരഭാഗങ്ങൾ റോമിൽ ബസിലിക്കായിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് അറിവ്. ഈ യൂദാ തദേവുസും സൈമണും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെ നിരവധി സ്ഥലങ്ങളിൽ സഭ സ്ഥാപിക്കപ്പെടുകയും നിരവധി പേർ കർത്താവിൻ്റെ വിശ്വാസത്തിലേക്ക് വരികയും ഇന്നും അവരുടെ മധ്യസ്ഥത്തിൽ ശക്തമായ അനുഭവം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ജീവൻ്റെ കവാടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ അപ്പസ്തോലന്മാരെല്ലാവരും യേശുവിനെ പോലെ തന്നെ യേശുവായിക്കൊണ്ട് മറ്റൊരു ക്രിസ്തുവായിക്കൊണ്ട് ജീവൻ അർപ്പിച്ചുകൊണ്ട് പ്രപഞ്ചം മുഴുവനും വേണ്ടി അവരുടെ രക്തമൊഴുക്കി എന്നുള്ളതാണ്. ഇത് അവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും ഇത് സാധ്യമാണ്. നമ്മൾ ഓരോരുത്തരും ഇതിലൂടെ രക്ഷയിലേക്കും രക്ഷയുടെ അനുഭവത്തിലേക്കും വന്നിരിക്കുന്നത്, ഇന്നും നമ്മുടെ വിശ്വാസം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മധ്യസ്ഥത്തിലൂടെയാണ്. ഇവരെല്ലാവരും നമുക്ക് ചുറ്റുമുണ്ട്, അതോടൊപ്പം നമ്മൾ അവരോടൊപ്പമുണ്ട്. സഭ എന്നത് ഇന്നത്തെ ഈ ദൃശ്യമായി കാണുന്ന പള്ളിയോ അല്ലെങ്കിൽ ദൃശ്യമായിട്ടുള്ളൊരു സ്ട്രക്ചറോ അല്ല, മറിച്ച് 3 തലങ്ങളാണ് സഭയ്ക്കുള്ളത്. വിജയസഭ, അതായത് ക്രിസ്തുവിൽ വിശ്വസിച്ച് വീരോചിതമായി ജീവിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗീയ ഭാഗ്യത്തിലേക്ക് കടന്ന ആ സഭയിലെ അംഗങ്ങളാണ് നമ്മൾ. അതുപോലെ തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾ, മരണശേഷം പർഗറ്ററിയിൽ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളും സഭ. അതോടൊപ്പം ഇന്നത്തെ ഭൂമിയിലെ തീർത്ഥാടന സഭയായ നമ്മൾ. അപ്പോൾ നമ്മൾ ഒന്നിച്ചായിരിക്കുന്ന ഈ അവസ്ഥയിൽ
നമ്മുടെ വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും വേണ്ടിയിട്ട് ആ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഈ അപ്പസ്തോലന്മാരും ഈ രക്തസാക്ഷികളെല്ലാവരും അവരുടെ വീരോചിതമായ ജീവിതത്താലും രക്തസാക്ഷിത്വത്താലും സഭയ്ക്ക് വേണ്ടി, ഇവിടെ ഭൂമിയിലുള്ള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ അതിലേക്ക് കടന്നിരിക്കുന്നു. ജീവൻ്റെ കവാടം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ ഈ ജീവിതത്തിലേക്ക്, ഈ അനന്തമായ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങളെക്കാൾ കൂടുതലായിട്ട് പരലോകത്തിലുള്ള സ്വർഗീയമായ ജീവിതത്തിലുള്ള അനന്തമായ ജീവിതത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ വളരെയധികം സാധ്യതകളുണ്ട്. നമ്മൾ ഒരിക്കലും റെസ്റ്റ് ഇൻ പീസ് ആയിട്ടിരിക്കുകയല്ല. ഈ അപ്പസ്തോലന്മാരാരും അവിടെ റെസ്റ്റ് ഇൻ പീസ് ആയിട്ടിരിക്കുകയല്ല. അവരെല്ലാവരും അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രവർത്തനത്തോടൊപ്പം നമുക്കും ആവേശത്തോടെ പ്രവർത്തിക്കണം എന്ന് ആവേശം കൊണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ജ്വലിപ്പിക്കാം.